ഹലോ, അസ്സലാമലൈക്കും. നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മിസ്രിയ മുഹമ്മദ് അലി. ഇന്ന് ഞാൻ നമ്മളെ തൊട്ടടുത്തുള്ള നല്ലൊരു പാർക്കിൻ്റെ വിശേഷങ്ങളും അവിടുത്തെ ഫീസും അവിടുത്തെ കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോണത് കേട്ടോ. ഇത് നമ്മളെ മലപ്പുറം ജില്ലയിൽ തന്നെ നമ്മൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് പടപ്പറമ്പിൽ നമുക്ക് എല്ലാവർക്കും പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാർക്കുണ്ട്. ഒരു അടിപൊളി പാർക്ക്, കുട്ടികൾക്ക് ഇഷ്ടം പോലെ കളിക്കാൻ പറ്റുന്ന നല്ലൊരു പാർക്കാണ് പപ്പീലിയോ പാർക്ക് കേട്ടോ. ആ പാർക്കിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളെ ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ഒരു 10-12 വയസ്സായ കുട്ടികൾക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. വലിയവർക്ക് ഇവിടെ വലിയൊരു സ്വിമ്മിംഗ് പൂളും ഉണ്ട്. പിന്നെ ഇവിടെ താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ദിവസം നിന്ന് അടിച്ച് പൊളിച്ച് താമസിക്കുക, അതിന് പറ്റിയ വീടൊക്കെ ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് എല്ലാം കാണാം കേട്ടോ. ഇവിടേക്ക് എൻട്രി ഫീസ് 70 രൂപയാണ്. 70 രൂപ കൊടുത്താൽ 15 റൈഡുകൾ നമുക്ക് ഫ്രീ ആയിട്ട് കുട്ടികൾക്ക് കളിക്കാം കേട്ടോ. 18 റൈഡാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഒരു 12 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾക്ക് മാത്രം ഉള്ളതാണ് കേട്ടോ. അത്രേ ഉള്ളൂ. ചെറിയ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പാർക്ക്. വലിയവർക്ക് കുട്ടികളെ കളിപ്പിക്കുക, അപ്പോൾ അത് നോക്കി നിന്ന് നമുക്ക് ഒന്ന് എൻജോയ് ചെയ്യാം, അത്രയേ ഉള്ളൂ. പിന്നെ വെള്ളത്തിൽ ഉള്ള 3 റൈഡിന് നമ്മൾ വേറെ എക്സ്ട്രാ കാശ് കൊടുക്കണം. 18 റൈഡാണ് ഇവിടെ ഉള്ളത്. അതിൽ 15 എണ്ണത്തിന് ഈ 70 രൂപ കൊടുത്താൽ മതി. നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല സ്ഥലങ്ങൾ, പിന്നെ കുട്ടികൾക്ക് ഈ ചെറിയ ചെറിയ റൈഡുകൾ നല്ല ഇതായിട്ടുണ്ട്. രാവിലെ 10 മണി തൊട്ട് വൈകുന്നേരം 9 മണി വരെ, രാത്രി 9 മണി വരെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. എൻട്രി ഫീ 70 രൂപ കൊടുത്ത് വന്നാൽ, ഒരു 5 മണിക്കൊക്കെ വന്നാൽ രാത്രി ഒരു 9 മണി വരെ നിന്നിട്ട് നമുക്ക് പോവാം. ഈ ഒരു പൂളിന് 50 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. കുട്ടികൾക്ക് ഇത് ഇതാക്കാൻ ഇതിന് എക്സ്ട്രാ നമ്മൾ ചാർജ് കൊടുക്കണം കേട്ടോ, കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഇതൊക്കെ 70 രൂപയിൽ പെട്ട റൈഡാണ്. അങ്ങനെ ചെറിയ ചെറിയ റൈഡുകൾ, ചെറിയ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു പാർക്ക്. പിന്നെ അതവിടെ ഒരു ബട്ടർഫ്ലൈ ഇതൊക്കെ ഉണ്ട്. ഇങ്ങനെ ചിത്രങ്ങൾ, ഇതൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല സ്ഥലങ്ങളാണ്. നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല സ്ഥലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ മലപ്പുറം ജില്ലയിലുള്ളവർ കാണാത്തവരുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് വന്ന് കണ്ടോളൂ. ഇപ്പോൾ ഈ ഓണം വെക്കേഷനൊക്കെ ആണല്ലോ, കുട്ടികളെയും കൊണ്ട് വന്നാൽ 70 രൂപ കൊടുത്താൽ നമുക്ക് ഇഷ്ടം പോലെ കുട്ടികളെയും കൊണ്ട് കുട്ടികൾക്ക് എൻജോയ് ചെയ്ത് ഇവിടുന്ന് പോവാം കേട്ടോ. വലിയവർക്ക് നല്ലൊരു ഫാമിലി പൂളുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് കുട്ടികൾക്ക് ഡ്രൈവ് ചെയ്ത് പഠിക്കാനൊക്കെ നല്ല സൂപ്പറാണ്. ഒരു സ്കൂട്ടറും ഒരു ജീപ്പും ഒക്കെ ഉണ്ട്, മോട്ടോർ സൈക്കിള്. കുട്ടികൾക്ക് നല്ല ഉഷാറായിട്ട് ഏത് കുട്ടികളെയും കൊണ്ട് പോന്നാലും അവർ നല്ലോണം എൻജോയ് ചെയ്യും. ഇപ്പോൾ ഈ വെക്കേഷൻ ടൈമിൽ 10 ദിവസം ഓണപ്പൂട്ടിന് എല്ലാവരും ഇപ്പോൾ പൂട്ടി വീട്ടിലിരിക്കാവുമല്ലോ. അപ്പോൾ ആ കുട്ടികളെയും കൊണ്ട് 70 രൂപ കൊടുത്താലും ഒരു നഷ്ടമില്ല. ഈ മലപ്പുറം ജില്ലയിലുള്ളവരൊക്കെ വന്നിട്ട് കണ്ടോളൂ, ഒരു നഷ്ടമില്ല കേട്ടോ. പിന്നെ ഫാമിലി ആയിട്ട് നീന്താൻ വലിയൊരു പൂളുണ്ട്, അത് ഞാൻ ഇതിൽ കാണിക്കാം, ഒന്ന് കണ്ടു നോക്കൊണ്ടു. അത് കണ്ടോ, ഒരു തൂക്കുപാലം പോലെ ഒരു പാലമൊക്കെ, എന്നിട്ട് അതിലെ കയറി പോയിട്ട് കുട്ടികൾക്ക് ഒരു ഗുഹേൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോവാം. അതുപോലെ ഇതൊരു സൈക്കിളാണ്, തല കുത്തി റൗണ്ട് അടിക്കുന്നൊരു സൈക്കിള്. ഇതിന് പേരൊക്കെ ഉണ്ടാവും കേട്ടോ, ഞാൻ പേരൊന്നും ചോദിച്ചിട്ടില്ല, പേര് എനിക്കറിയൂല. നല്ല നല്ല റൈഡുകളുണ്ട്. ചെറിയ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാറുണ്ടാൽ അതിവിടെ നല്ല സൂപ്പറാണ്. നമ്മളും എൻജോയ് ചെയ്തു കേട്ടോ. ഇത് കാണുമ്പോഴും ഇത് നടന്ന് കാണുമ്പോഴൊക്കെ നമുക്ക് നല്ലൊരു സന്തോഷമാണല്ലോ. ഒരുപാട് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ആ തൂക്കുപാലത്തുമ്മ കൂടെ ഇങ്ങനെ നടന്ന് വന്നിട്ട് ഇതിലങ്ങോട്ട് കുട്ടികൾ ഉരച്ച് പോയത് അതുപോലെ ഒരു ഗുഹ പോലെയാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ എങ്ങനെ പോയി ഇപ്പുറത്തേക്കും വരാം. ചെറിയ കുട്ടികൾക്ക് നല്ല സൂപ്പറായിട്ട് എല്ലാവരും ഒന്ന് വന്ന് കണ്ടോളൂ കേട്ടോ. കുട്ടികളെയും കൊണ്ട് നമ്മളിവിടെ മലപ്പുറത്ത് കോട്ടക്കുന്നുമലൊക്കെ ഒന്ന് പോകില്ല, അതുപോലെ ഒന്ന് പോയി പോരാ. എന്നാൽ എല്ലാ റൈഡിനും കാശ് കൊടുക്കും വേണ്ട. 70 രൂപ കൊടുത്താൽ 15ഓളം റൈഡുകൾ നമുക്ക് ഫ്രീ ആയിട്ട് ഇതിൽ കയറാനും പറ്റും കേട്ടോ. നമ്മളെ കുട്ടികൾ ഇതിലൊക്കെ ഒന്ന് കയറിയിട്ടോ. അതിന് എക്സ്ട്രാ 50 രൂപ തന്നെയാണ് കേട്ടോ. ഇതൊക്കെയാണ് കുട്ടികൾക്ക് ഇഷ്ടം. നമ്മൾ കുറേ നേരം ഇവിടെ നിന്നു കേട്ടോ. നമ്മളൊരു 4:30 മണിക്കൊക്കെ വന്നിട്ട് രാത്രി ഒരു 8-8:30 ആയിട്ടാണ് തിരിച്ചു പോയത്. നല്ല തണുത്ത കാറ്റാണ്.
നല്ല കാറ്റ് കിട്ടും. നല്ല തണുത്ത കാറ്റ് പറഞ്ഞാൽ നല്ല തണുത്ത കാറ്റ്. കുട്ടികളത് ശരിക്കും ആസ്വദിച്ചു കേട്ടോ. അവർക്ക് ഇങ്ങനത്തൊക്കെയാണല്ലോ ഇഷ്ടം. ഒറ്റയ്ക്ക് മുങ്ങി താവില്ല, എന്നാൽ കുട്ടികൾക്ക് വെള്ളത്തിൽ കൂടി ഒന്ന് കളിക്കാൻ നല്ലൊരു റൈഡായും ചെയ്തു. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്, കാണാനും നല്ല നീറ്റായിട്ട് കിടക്കണം. വെള്ളമൊക്കെ നല്ല വൃത്തിയുള്ള വെള്ളമാണ്. പിന്നെ ചെറിയൊരു പൂള്, കുട്ടികൾക്ക് മാത്രമുള്ളൊരു പൂളാണ്. ഇതിനും കൊടുക്കണം എക്സ്ട്രാ 50 രൂപ. ഇതിന് രണ്ടെണ്ണത്തിനും പിന്നെ അത് ഒന്നിനും കൂടിയാണ് 50 രൂപ കൊടുക്കേണ്ടത് കേട്ടോ. ഇത് ചെറിയ കുട്ടികൾക്ക് മാത്രം, ഒരു 12 വയസ്സ് വരെ ഉള്ള അതിൻ്റെ താഴെയുള്ള കുട്ടികൾക്ക് കേട്ടോ. ഇനി ചെറിയൊരു പാർക്കുണ്ട്, ഒരു 5 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾക്കുള്ള ഒരു ചെറിയ പാർക്കുണ്ട്. ഇനി വലിയ കുറച്ച് 5 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾക്കൊക്കെ ഇവിടെ കടന്നിട്ട് കളിക്കുമ്പോൾ ഇനി വേണ്ടാന്ന് കരുതിയിട്ട് ചെറിയ കുട്ടികളെയും കൊണ്ട് വരാൻ ചെറിയൊരു ചിൽഡ്രൻ പാർക്കും ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ റൈഡുകളുണ്ട്. നിറയെ ആളുകളുണ്ട്. സ്കൂൾ പൂട്ടിയതായതുകൊണ്ടാവും നല്ലോണം ആളുകളും ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇവിടെ ഒരു കുതിരയുണ്ട്. കുട്ടികളൊക്കെ കളിക്കാൻ വിട്ടിട്ട് വലിയവരൊക്കെ കാറ്റുള്ളാനിരിക്കുകയാണ്. കൂനിൻ്റെ ആകൃതിയിലൊക്കെയാണ് അതിൻ്റെ കവാടം കേട്ടോ. അതിങ്ങനെ നടന്ന് കയറി വരാനുള്ള സ്ഥലമാണ്. ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ. അതൊക്കെ നല്ലൊരു ഭംഗി തന്നെയാണ്, കാണാനും നല്ല ഒരു എന്താ പറയുക കൗതുകം. പിന്നെ അതുപോലെ ഇഷ്ടം പോലെ ഫുഡ് പാർക്ക് ഉണ്ട്. ഒരു ബസ്സിൻ്റെ ആകൃതിയിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചായയും പിന്നെ പലഹാരങ്ങളും അതുപോലെ ഐസ്ക്രീം, പിന്നെ പോപ്കോണ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ. ഇതാണ് ചെറിയ 5 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾക്കുള്ള പാർക്ക് കേട്ടോ. ചെറിയ കുട്ടികളെയും കൊണ്ടുവന്ന് കളിക്കാൻ. ഇത് നമുക്ക് ആ ഇതിൽ തന്നെ ഇതും പെടും കേട്ടോ. ₹70 കൊടുത്താൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ കുട്ടികൾക്ക് ആഘോഷിക്കാം കേട്ടോ. അതുപോലെ പഴയൊരു കാർ ഇവിടെ കാഴ്ചക്ക് വെച്ചിട്ടുണ്ട്. അതുപോലെ കാളവണ്ടി, ഇതൊക്കെ ഒറിജിനലാണ് കേട്ടോ. കാള ഒറിജിനലല്ല, വണ്ടി ഒറിജിനലാണ്. പഴയ കാലത്തെ കാളവണ്ടിയാണ്. കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കാളവണ്ടി എന്താണെന്നുള്ളതൊന്ന് വന്ന് കുട്ടികൾക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തോളൂ കേട്ടോ. പിന്നെ ചെടികൾ ഇഷ്ടമുള്ളവർക്കും ഫ്രൂട്ട്സിൻ്റെ തൈകൾ ഇഷ്ടമുള്ളവർക്കും നല്ല ഒരു പിന്നെ ഗാർഡനും ഉണ്ട് ഇവിടെ കേട്ടോ. നല്ലൊരു നഴ്സറിയാണത്. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ കീഴ്പെട്ടക്ക് ഇവിടെ വന്ന് നിന്നാൽ, ഈ ഭാഗത്ത് വന്ന് നിന്നാൽ നല്ല തണുത്ത കാറ്റാണ് കേട്ടോ. ആ ഒരു മരത്തിൻ്റെ മേലെ ഒരു ഏറുമാടം ഉണ്ടാക്കിയിട്ട് കണ്ടോ, നല്ലൊരു വീടാണ്, സെറ്റപ്പ് വീടാണ്. ഒരു പിന്നെ ബെഡ്റൂം, ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് അതിൽ കേട്ടോ. അതിൽ താമസിക്കാൻ ഒരു ദിവസം താമസിക്കാൻ 5000 രൂപയാണ് അതിൻ്റെ റേറ്റ്. അവർക്ക് ആ ഫാമിലി പൂള് ഉപയോഗിക്കും ചെയ്യാം കേട്ടോ. ഫാമിലി പൂളിന് ഒരു മണിക്കൂറിന് 2000 രൂപയാണ് ഫാമിലിക്ക് വന്ന് താമസിക്കാൻ, അല്ല കുളിക്കാൻ. അപ്പോൾ ഈ ഒരു വീട് എടുത്തിട്ട് ഇതിൽ താമസിക്കുന്നവർക്ക് അതിന് ഫ്രീ ആയിട്ട് അതിൽ കുളിക്കാം കേട്ടോ. ഫ്രഷ് ആവാൻ ആ ഫാമിലി പൂള് പറ്റും. അതുപോലെ തന്നെ ഇവിടെ 2 വീടുണ്ട്. 2 ബെഡ്റൂമുള്ളൊരു വീടുണ്ട്, ഒറ്റ ബെഡ്റൂമുള്ളൊരു വീടും. അങ്ങനെ 2 വീടാണിത്. ഈ 2 വീട്ടിൽ ഈ ഒരു റൂമുള്ള വീടിന് 4000 രൂപയും ഈ 2 ബെഡ്റൂമുള്ള വീടിന് 8000 രൂപയുമാണ് കേട്ടോ ഫാമിലിക്ക് താമസിക്കാൻ. നല്ല തണുത്ത കാറ്റും. ദൂരത്തുനിന്ന് വരുന്നവർക്കൊക്കെ ഇവിടെ നിന്ന് താമസിച്ച് കുട്ടികളൊക്കെ എൻജോയ് നേരം വെളുക്കോളം വേണമെങ്കിൽ വൈകുന്നേരം, രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെ വേണമെങ്കിലും കുട്ടികൾ പാർക്കിലൊക്കെ ഒന്ന് ഉല്ലസിച്ച് ഇവിടെ തന്നെ താമസിച്ച് പിന്നെ നമുക്ക് എൻജോയ് ചെയ്യാമല്ലോ. അതിന് ഇതാണ് പിന്നെ ഏറുമാടത്തിൻ്റെ ഉള്ളിലെ ബെഡ്റൂം ഇതാണ് കേട്ടോ. മറ്റിൽ 2 ആളുകൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങളതൊക്കെ കാണാൻ പറ്റിയിട്ടില്ല, അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയിട്ടില്ല. പുറത്ത് നിന്ന് വീഡിയോ എടുത്തിട്ട് പോകുന്നതാണ്. ഇത് ഏറുമാടത്തിൻ്റെ ആ മരത്തിൻ്റെ മുകളിലുള്ള ഏറുമാടം.
കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ജെർക്ക് ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ. അത് ഈ ഭാഗത്തൊരു ഇട പോലെ ഉണ്ട്. ഇതിലാണ് വന്ന നല്ല തണുത്ത കാറ്റാട്ടോ. മൂന്നാറിലൊക്കെ പോയ മാതിരി അത്ര തണുപ്പില്ലെങ്കിലും നല്ലൊരു തണുത്ത കാറ്റാണ്. ഇവിടേക്ക് വെള്ളം മൊത്തത്തിൽ എടുക്കുന്നത് ഈ ഒരു കുളത്തു നിന്നാണ് കേട്ടോ. ഏറുമാടം പോലെയുള്ള വീട്ടിൽ നിന്നാണ്. പിന്നെ ഇരുട്ടായി തുടങ്ങിയപ്പോൾ കുട്ടികളൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്ന് വരികയാണ്. ഇപ്പോൾ രാത്രിയായപ്പോൾ നല്ല കാറ്റും, ഇവിടുന്ന് പോകാനേ തോന്നുന്നില്ല കേട്ടോ. വെയിലാണ് മാറിയപ്പോൾ, വെയിൽ മാറി നിന്നപ്പോൾ നല്ല സൂപ്പർ കാലാവസ്ഥ. പിന്നെ ഇതാണ് ആ ഫാമിലി പൂൾ കേട്ടോ. ഫാമിലി ആയിട്ട് വന്ന് നല്ല എവിടേക്കും കാണൂല, നല്ല ഇതുണ്ട്, നല്ല സെറ്റപ്പിൽ നല്ല ഒരു ഫാമിലി പൂള്. അടിപൊളിയായിട്ട്. ഇനി കുളിക്കാൻ മാത്രം ആഗ്രഹമുള്ളവർക്ക് കുട്ടികളെയും കൊണ്ട് വേണമെങ്കിൽ വന്നുകാണ്ട് കുളിക്കും ചെയ്യാം. കണ്ടില്ലേ? അവർക്ക് പിന്നെ എന്താണ്, ഈ 2000 രൂപ കൊടുത്താൽ എത്ര ആൾക്ക് വേണമെങ്കിലും, ഒരു 10-20 ആൾ വരെ നമുക്ക് ഈ 2000 രൂപ കൊണ്ട് 1 മണിക്കൂർ കുളിച്ച് പോകാം കേട്ടോ. ചെറിയ കുട്ടികൾ കയ്യിൽ ഇറങ്ങാൻ പേടിയാണെങ്കിൽ ചെറിയ കുട്ടികൾക്ക് ചെറിയൊരു പൂളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അങ്ങനെ വലിയ ഒരു പൂള്, ഇഷ്ടംപോലെ നീന്താൻ മാത്രം സൗകര്യമുള്ള വലിയ പൂളാണ്. വീഡിയോയിൽ കാണുമ്പോൾ അത്ര വലിപ്പം തോന്നില്ലല്ലോ. നമ്മളെ മലപ്പുറം ജില്ലയിൽ ഞങ്ങളെ തൊട്ടടുത്താണ് കേട്ടോ ഇത്. ഇവിടുന്ന് ഒരു 6-7 കിലോമീറ്ററേ ഉള്ളൂ. കഷ്ടി പടപ്പറമ്പ് പറഞ്ഞ സ്ഥലത്താണിത് കേട്ടോ. പപ്പീലിയോ എന്നാണ് ഈ പാർക്കിൻ്റെ പേര്. കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്, വലിയവർക്ക് നീന്തി കുളിക്കാനും. ഇനി ഇതിൻ്റെ ഉള്ളിലാണ് പോയി കഴിഞ്ഞാൽ രാത്രി അവിടെ ഒരു ഗെയിമുണ്ട്. ആ ഗെയിം കളിക്കുന്നത് കാണാൻ വേണ്ടി പോയതാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ പൈൻറ്റ് ബാൾ പാർക്ക് എന്നാണ്, പപ്പീലിയോൻ്റെ പൈൻറ്റ് ബാൾ പാർക്ക്. ഇത് 8 പേര്, എത്ര പേർക്കും 8 പേര് എന്താണ് മിനിമം ആണെന്നാണ് പറഞ്ഞത്. പിന്നെ മാക്സിമം എത്ര പേർക്കും കളിക്കാം. പിന്നെ നല്ലോണം തൂക്കൊണ്ട് വെടി വെച്ചിട്ടുള്ളൊരു കളിയാണ്. ഈ ഗെയിം അറിയുന്നവർക്ക് ഇതിനെപ്പറ്റി അറിയണ്ടാവും. നമ്മളിപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് നമുക്ക് ഇതിനെപ്പറ്റി അല്ല. ഞാനതൊന്ന് വീഡിയോ എടുത്തു. കുട്ടികൾ ഡ്രസ്സ് മാറുന്നതും പിന്നെ അതൊന്ന് കളിക്കുന്നതും അവരാ വെടി വെച്ച് കളിക്കുന്നതും ഒന്ന് വീഡിയോ എടുത്തു. അപ്പോൾ അത് ആവശ്യം കാണുന്നവർക്ക്, ചെറിയ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണല്ലോ. കുട്ടികളൊക്കെ ഗെയിം ടി വിയിലൊക്കെ ഗെയിം കളിക്കണ കണ്ടിട്ടില്ലേ? ഇവിടുത്തെ കുട്ടികളൊക്കെ വെറും ഇങ്ങനെ വെടി വെച്ച് ഗെയിം കളിക്കണവരാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് ഒരു കൗതുകം തോന്നിയിട്ട് ഇതൊന്ന് എടുത്തത്. പടച്ചട്ടയൊക്കെ അണിഞ്ഞ് പട്ടാളക്കാരെ വേഷമൊക്കെ ഇട്ട് നല്ല ഹെൽമെറ്റൊക്കെ ഇട്ടിട്ട് 4 പേര് അപ്പുറം 4 പേര് ഇപ്പുറം നിന്നിട്ട് പിന്നെ വെടി വെച്ചിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. ആ ഗണ്ണ് ഡേഞ്ചറാണെന്നൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. നല്ലോണം ശ്രദ്ധിച്ച് പെരുമാറാനാണ് പറയുന്നത്. 30 ബാളാണ്. 30 ബാൾ എത്ര വേണമെങ്കിലും ബാൾ നമുക്ക് ഉപയോഗിക്കാം. 250 രൂപയാണ് ആ 30 ബാൾ വെടി വെക്കുവളത്തിന് കേട്ടോ. ഒരാൾക്ക് 250 രൂപയാണ്. വെടിവെച്ച് മറ്റുള്ളവരെ തോൽപ്പിക്കുക, അതാണ് പരിപാടി. അപ്പോൾ അതിൻ്റെ കളി എങ്ങനെയെന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ് അവർ കേട്ടോ. നല്ലൊരു ഹെൽമെറ്റാണ്. ഇതാണ് അത് വെടിവെച്ച് കളിക്കുന്ന സ്ഥലം കേട്ടോ. മറഞ്ഞു നിന്ന് വെടി വെക്കണം. അതിനുള്ള മറഞ്ഞു നിൽക്കാനുള്ള സാധനങ്ങളാണ് അത് കേട്ടോ. മരങ്ങളും പിന്നെ കൂടാരങ്ങളും അങ്ങനെയുള്ളതൊക്കെ. ഇവിടെ ഈ ഭാഗത്ത് 4 പേരും ആ ഭാഗത്ത് 4 പേരും നിന്നിട്ടാണ് വെടിവെച്ച് കളിച്ചത്. അപ്പോൾ ഇതാണ് ആ ഗെയിമിൻ്റെത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ പടപ്പറമ്പിലുള്ള പിന്നെ ഈ ഒരു പാർക്കിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണു. ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ. നിങ്ങളെ കൂട്ടുകാർക്ക് ഷെയറും ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ഓക്കെ. പട്ടാളക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നുണ്ട് കേട്ടോ. കാരണം വെടി കൊണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെടി കൊള്ളാതെ നോക്കണം. വെടി കൊണ്ട ഔട്ടായി. അതാണ് ഈ കളീൻ്റെ ഇത് കേട്ടോ. വെടി കൊള്ളാതെ ഈ 30 വെടി എത്രയും വെച്ച് നോക്കണം. അങ്ങനെയാണ് ഈ കളി നീണ്ടു നിൽക്കുന്നത് കേട്ടോ. ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്.